ഇരട്ടച്ചങ്കൻ എന്ന മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചതിന്റെ സന്തോഷം ആഘോഷിക്കുന്ന തിരക്കിലാണ് CPI. എന്നാൽ ഇതൊക്കെ തട്ടിപ്പാണെന്ന സത്യം അവർ അറിയുന്നില്ല. RSSുമായി പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണ അത് അമിത്ഷായെ കണ്ടതിന് ശേഷം വളരെ ഭംഗിയായി നടത്തിയതാണ് പിണറായി വിജയൻ. RSSന്റെ ആശീർവാദത്തോടെ തന്നെ CPIയെ പച്ചയ്ക്ക് പറ്റിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. CPIയുടെ എതിർപ്പുണ്ടാകുമെന്നും അതിനെ അതിജീവിക്കാൻ തങ്ങൾ ഏത് വഴിയും സ്വീകരിക്കുമെന്നും സംഘപരിവാറിന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് പിണറായി ഈ നാടകമെല്ലാം കളിച്ചത്. അത് മനസ്സിലാക്കാൻ CPIക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വിജയിച്ചു എന്ന മട്ടിൽ ആഘോഷിക്കുകയാണ് ബിനോയ് വിശ്വവും സംഘവും. അതായത് PM ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കാൻ കേരളം തീരുമാനിച്ചെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്രം തന്നെ കൈക്കൊള്ളും. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടാക്കിയ ഉപസമിതി ഉടനെയൊന്നും റിപ്പോർട്ട് നൽകാൻ പോകുന്നില്ല. അതൊരു കണ്ണിൽ പൊടിയിടുന്ന സൂത്രം മാത്രമാണ്. തടഞ്ഞുവെച്ച SSK ഫണ്ടിലെ ആദ്യ ഗഡുവായ 300 കോടി കിട്ടാനിരിക്കെയാണ് PM ശ്രീയിലെ പിന്നോട്ടു പോക്ക് എന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അമിത്ഷായുമായും അതുപോലെ കേന്ദ്രത്തിലെ PM ശ്രീ അധികാരികളുമായും ഒക്കെ സംസാരിച്ചുറപ്പിച്ചതിന് ശേഷവും മുഖ്യമന്ത്രിക്കുണ്ടായ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് CPI തന്നെയായിരുന്നു. അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് BJP നേതൃത്വത്തോട് തന്നെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അത് പ്രകാരം കിട്ടിയ ഉപദേശപ്രകാരം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല, ശേഷം കേന്ദ്രം നോക്കിക്കൊള്ളുമെന്ന മറുപടിയാണ് പിണറായിക്ക് കിട്ടിയത്. അത് പ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നാടക നീക്കങ്ങളെല്ലാം. അതുപോലെ പച്ചയായ പറ്റിക്കൽ. ഇനി CPIക്ക് കീഴടങ്ങിയാലോ ഇല്ലെങ്കിലോ അത് ഒപ്പിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം വെറും നാടകം മാത്രം. ഇനിയെങ്കിലും തരത്തിൽ പിന്മാറണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രം വിചാരിക്കണം. അവിടെയാണ് അധികാരം മുഴുവനുള്ളത്. പിന്നെ കേരളത്തിൽ നിന്നും CPIയും CPMും തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷേ ബിനോയ് വിശ്വം കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ നാടകമെന്നും സംശയിക്കുന്നവരുണ്ട്. പക്ഷേ CPIയുടെ പ്രവർത്തകർക്ക് ഒന്നും അറിയില്ല. അവരെല്ലാം വിശ്വസിച്ചു. അവർ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ്. നാടകത്തിന്റെ അവസാനം ഒരു ഉപസമിതി കൂടി വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. അതായത് PM ശ്രീയിൽ ആരും അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുന്നതിന് പരമവിഡ്ഢിത്തമെന്ന് CPIക്ക് തന്നെ നന്നായി അറിയാം. ഒപ്പുവെക്കുന്നതിന് മുൻപല്ലേ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് ആ നാടകത്തിലെ ഏറ്റവും പ്രധാന രംഗമാണ്. ഇത് CPIയെ പറ്റിക്കാനാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുമ്പോൾ തന്നെ CPIയെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയെ ഭയമുള്ളവൻ ആക്കുന്നതെങ്കിൽ ആ ഭയം മാത്രമാണ് പിണറായിക്കുള്ളത്. അതിനായി CPIയെ നൈസായി പറ്റിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇനി 6 മാസം എങ്ങനെയെങ്കിലും മോദിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള അടവ് മാത്രമാണ് ഇത്.